Hello dear students, in this video we are going to discuss about an important topic, Hamiltonian path and circuit. In the previous video we discussed about the topic Euler graph. In the case of Euler graph, the main condition to be satisfied is it should contain all edges exactly once. Okay, but in the case of Hamiltonian circuits and path, the main condition to be satisfied is it should contain all vertices exactly once. ഓക്കെ, നമ്മൾ ഓളർ ഗ്രാഫിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എല്ലാ എഡ്ജസും എക്സാക്ട്ലി വൺസ് ടച്ച് ചെയ്യണമെന്നായിരുന്നു. ഇൻ ദ കേസ് ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ദ മെയിൻ കണ്ടീഷൻ ഈസ് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഓൾ വേർട്ടിസസ് എക്സാക്ട്ലി വൺസ്. എല്ലാ വേർട്ടിസസും വൺ ടൈം ടച്ച് ചെയ്തിരിക്കണം. അതാണ് ഹാമിൽട്ടോണിയൻ്റെ കേസിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ. അപ്പോൾ ഹാമിൽട്ടോണിയൻ പാത്തുമുണ്ട്, ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സുമുണ്ട്. ഹാമിൽട്ടോണിയൻ പാത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും സർക്യൂട്ടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും എല്ലാ വേർട്ടിസസും എക്സാക്ട്ലി വൺ ടൈം ടച്ച് ചെയ്യണം. ഇൻ ദ കേസ് ഓഫ് പാത്ത് all the vertices are entirely different. But in the case of circuit, except the starting and ending vertices, remaining all vertices are entirely different. Okay, so a closed walk that uses every vertex exactly once except the start and ending vertices is called Hamiltonian circuit. Hamiltonian circuit എന്ന് പറയുമ്പോൾ അത് ക്ലോസ്ഡ് വാക്ക് ആയിരിക്കും. അതിൽ എല്ലാ വെർട്ടിസസും ഒരു വൺ ടൈം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് ദ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വെർട്ടെക്സ്. ക്ലോസ്ഡ് വാക്ക് അല്ലെങ്കിൽ സർക്യൂട്ടിൻ്റെ കേസിൽ നമ്മുടെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വെർട്ടിസസ് സെയിം ആയിരിക്കണം. റിമൈനിങ് എല്ലാ വെർട്ടിസസും നമ്മൾ വൺ ടൈം ടച്ച് ചെയ്തിരിക്കണം. Okay, and a circuit in a connected graph G is said to be Hamiltonian if it includes every vertices of G. Then, a path which consisting of all the vertices of a graph is called a Hamiltonian path. Hamiltonian path means it is a path. Path means open walk ആയിരിക്കും, starting and ending vertex different ആയിരിക്കും, and it also contains all the vertices exactly once. Okay, so a path which consisting of all vertices exactly once called Hamiltonian path, and a circuit which consisting of all vertices exactly once means Hamiltonian circuit. സർക്യൂട്ടിൻ്റെ കേസിൽ മാത്രം സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വെർട്ടെക്സ് സെയിം ആയിരിക്കും. ഓക്കെ, then in the case of Hamiltonian circuit which consisting of n vertices, ഇറ്റ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് എക്സാക്ട്ലി എൻ എഡ്ജസ്. ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൽ നമ്മൾ എൻ വേർട്ടിസസ് ഉണ്ടെങ്കിൽ ആ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിലുള്ള നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി എൻ എഡ്ജസ് തന്നെയായിരിക്കും. ദെൻ ഇഫ് യു റിമൂവ് എനി എഡ്ജ്, നമ്മളൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൽ നിന്നൊരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു പാത്തായിരിക്കും, ആൻഡ് ദാറ്റ് വിൽ ബി എ ഹാമിൽട്ടോണിയൻ പാത്ത്. അത് എക്സാമ്പിൾ വഴി നമുക്ക് മനസ്സിലാവും. And the length of the Hamiltonian path in a connected graph will be n minus 1 if the number of vertices is n. Okay, Hamiltonian path in the case the length of the path or the number of edges will be n minus 1. So ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൽ നിന്ന് നമ്മളൊരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഹാമിൽട്ടോണിയൻ പാത്ത് ആയിരിക്കും എന്ന് പറഞ്ഞു. ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിലുള്ള നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എൻ ആയിരിക്കും. സോ ഹാമിൽട്ടോണിയൻ പാത്തിലുള്ള നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എൻ മൈനസ് 1 ആയിരിക്കും. അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എൻ മൈനസ് 1. ഓക്കെ, സോ ഹിയർ ജി ഇസ് എ ഗ്രാഫ്. ആ ജി എന്ന് പറഞ്ഞ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഹാമിൽട്ടോണിയൻ സർക്യൂട്ടും ഹാമിൽട്ടോണിയൻ പാത്തും കൺസ്ട്രക്ട് ചെയ്യണം. ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് മീൻസ് എല്ലാ എഡ്ജസും ടച്ച് ചെയ്ത് എല്ലാ വേർട്ടിസസും ടച്ച് ചെയ്തിരിക്കണം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കണ്ടീഷൻ, നമ്മൾ ഊളറിൻ്റെ കേസിൽ എല്ലാ എഡ്ജസും ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ വേർട്ടിസസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ട കേസില്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടിക്സ് മാത്രം നോക്കിയാൽ മതി. പാത്ത് ആൻഡ് സർക്യൂട്ടിൻ്റെ മാത്രത്തിൽ മാത്രം വേർട്ടിസസ് റെപ്പറ്റീഷൻ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ ഇവിടെ സർക്യൂട്ടിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ വേർട്ടെക്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എഡ്ജസ് എല്ലാം ടച്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആവുന്നുണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജിയിൽ നിന്നൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യണം. ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യണം മീൻസ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർക്യൂട്ട് മീൻസ് തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തണം. ദെൻ ഹാമിൽട്ടോണിയൻ മീൻസ് എല്ലാ വേർട്ടിസസും ടച്ച് ചെയ്യണം. സോ ദിസ് വേ, ദിസ് വേ, ദിസ് വേ, ദിസ് വേ. അപ്പോൾ ഇവിടെ 4 വേർട്ടിസസും ടച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് വേർട്ടെക്സിൽ തന്നെ നമ്മൾ തിരിച്ചെത്തി. എല്ലാ വേർട്ടിസസും ഒരു ടൈം മാത്രമേ
ടച്ച് ചെയ്തിട്ടുള്ളൂ, റെപ്പറ്റീഷൻ ഒന്നും വന്നിട്ടില്ല. സോ ഇറ്റ് ഇസ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. ദെൻ ഹാമിൽട്ടോണിയൻ പാത്ത് മീൻസ് ജസ്റ്റ് എല്ലാ വേർട്ടീസസും ടച്ച് ചെയ്യണമെന്നേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്യുന്നിടത്തല്ല നമുക്ക് എൻഡ് ചെയ്യേണ്ടത്. സോ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡ് വേർട്ടെക്സ് ഡിഫറെൻ്റ് ആണ്. സോ നമ്മുടെ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ആയിരിക്കും. അപ്പോൾ ഇവിടെ 4 വേർട്ടീസസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസും 4 ആണ്. സോ നമ്പർ ഓഫ് വേർട്ടീസസ് n ആണെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസും n തന്നെയായിരിക്കും. ദെൻ ഹാമിൽട്ടോണിയൻ പാത്തിൻ്റെ കേസിൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് n-1 ആയിരിക്കും. നെക്സ്റ്റ്, ഷോ എ സ്റ്റാർ ഓഫ് ഡേവിഡ് ഈസ് ഹാമിൽട്ടോണിയൻ. സ്റ്റാർ ഓഫ് ഡേവിഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഗ്രാഫിനെ സ്റ്റാർ ഷേപ്ഡ് വരയ്ക്കുന്ന ഈ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ സ്റ്റാർ ഓഫ് ഡേവിഡ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 12 vertices and it also consisting of 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. സോറി, ഇവിടെ 12 വേർട്ടീസസും 18 എഡ്ജസ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. 12 വേർട്ടീസസ് ആൻഡ് 18 എഡ്ജസ് ഉള്ള ഒരു ഗ്രാഫാണ് സ്റ്റാർ ഷേപ്പിൽ വരുന്ന സ്റ്റാർ ഓഫ് ഡേവിഡ്. Then the question is, we have shown that the star of David is Hamiltonian. That is, it consisting of a Hamiltonian circuit. Hamiltonian circuit means it touches all vertices exactly once and it starting and ending vertex will be same and the vertices gets not repeated. Okay, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് this vertex, this one, 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 this way, this way, this way, this way. അപ്പോൾ എല്ലാ വേർട്ടെക്സ് നമ്മൾ ടച്ച് ചെയ്തു. 1 2 3 4 5 6 7 8 9 10 11 12 എല്ലാ വേർട്ടക്സും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനിൽ തന്നെ നമുക്ക് തിരിച്ചെത്തി. വേർട്ടക്സസ് ഒന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. സോ ഇതിനകത്ത് നമുക്കൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. സോ ദ സ്റ്റാർ ഓഫ് ഡേവിഡ് ഈസ് ഹാമിൽട്ടോണിയൻ. So star of David is this given graph and Hamiltonian circuit for the above graph is given draw below. So the star of David is Hamiltonian. ഇതിനകത്ത് നമുക്ക് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് സ്റ്റാർ ഓഫ് ഡേവിഡ് എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ആണ്. The next question is, draw graph that are Eulerian but not Hamiltonian, Hamiltonian but not Eulerian, both Eulerian and Hamiltonian, neither Hamiltonian and Eulerian. ഇത് എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആണ്, ഏതെങ്കിലും ഒരു ഗ്രാഫ് വരയ്ക്കാനായിട്ട്. സോ ഫസ്റ്റ് ഈസ് Eulerian but not Hamiltonian. Eulerian ആണ് ബട്ട് ഹാമിൽട്ടോണിയൻ അല്ല. Eulerian മീൻസ് എല്ലാ എഡ്ജസും ടച്ച് ചെയ്യുന്നുണ്ട് ബട്ട് എല്ലാ വേർട്ടിസസും ടച്ച് ചെയ്യാത്ത ഒരു ഗ്രാഫ്. ഓക്കെ, സോ ഹിയർ നമ്മൾ ഈ ഒരു ഗ്രാഫിൽ ബിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഇവിടെ എല്ലാ എഡ്ജസും ടച്ച് ചെയ്തിട്ടുണ്ട്, എല്ലാ വേർട്ടിസസും ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹാമിൽട്ടോണിയൻ അല്ല, Eulerian മാത്രമാണ്. എല്ലാ എഡ്ജസും ടച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് Eulerian ആണ്. ദെൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്തു. സോ ക്ലോസ് ടു വാക്ക് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ ദ എഡ്ജസ്, ദാറ്റ് ഈസ് ഒരു ഉളർ ലൈൻ ഉണ്ട്. സോ ഇതൊരു Eulerian ഗ്രാഫാണ്, ഉള്ള ഗ്രാഫാണ്. ബട്ട് ഇത് ഹാമിൽട്ടോണിയൻ അല്ല. അപ്പോൾ ഇവിടെ എല്ലാ വേർട്ടിസസും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ഹാമിൽട്ടോണിയൻ്റെ കേസ് എന്ന് പറയുന്നത് എല്ലാ വേർട്ടിസസും ടച്ച് ചെയ്യണം, എക്സാക്ട്ലി 1 ടൈം ടച്ച് ചെയ്യണമെന്നാണ്. ഇവിടെ നമ്മൾ ഈ കേസിൽ ഇവിടെ വന്നു, സിയിൽ വന്നു, ബിന്ന് സി വന്നു, ബിന്ന് സി വന്നു, ദെൻ ജിയിൽ വന്നു, ദെൻ ഇയിൽ വന്നു, എഫിൽ വന്നു, വീണ്ടും ജിയിൽ വന്നിട്ടാണ് ബിയിൽ വന്നത്. അതായത് ജി എന്ന് പറഞ്ഞ വെർട്ടെക്സ് ഇവിടെ 2 ടൈം ടച്ച് ചെയ്തിട്ടുകൊണ്ടാണ് ഇത് ഹാമിൽട്ടോണിയൻ അല്ലാത്തത്. ഓക്കെ, എല്ലാ എഡ്ജസും ടച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് Eulerian. ദെൻ നെക്സ്റ്റ് ഹാമിൽട്ടോണിയൻ ബട്ട് നോട്ട് Eulerian. ഹാമിൽട്ടോണിയൻ ആണ്, Eulerian അല്ല. അപ്പോൾ ഈ കേസിൽ ബിയിൽ ടച്ച് ചെയ്തു, സിയിൽ വന്നു, ഇയിൽ വന്നു, ജിയിൽ വന്നു, എഫിൽ വന്നു. അപ്പോൾ എല്ലാ വേർഡ്സും ടച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ 3 എഡ്ജസ് ടച്ച് ചെയ്തിട്ടില്ല. സോ Eulerian അല്ല ബട്ട് ഹാമിൽട്ടോണിയൻ ആണ്. ദെൻ തേർഡ് വൺ, ബോത്ത് Eulerian ആൻഡ് ഹാമിൽട്ടോണിയൻ. ഈ കേസിൽ നമ്മൾ എല്ലാ എഡ്ജിനെയും ടച്ച് ചെയ്തിട്ടുണ്ട്, എല്ലാ വേർട്ടെക്സിനെയും ടച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടെക്സ് സെയിം ആണ്. സോ Eulerian ആൻഡ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ടാണ്. ദെൻ നെയ്തർ Eulerian നോർ ഹാമിൽട്ടോണിയൻ. അപ്പോൾ ഈ കേസിൽ Eulerianനും അല്ല ഹാമിൽട്ടോണിയനും അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ
ഈ ഒരു പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ എഡ്ജസും ടച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും സെയിം അല്ല. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് വാക്കല്ല. എല്ലാ എഡ്ജസും ഉണ്ടെങ്കിലും ക്ലോസ്ഡ് വാക്കും ഓൾ എഡ്ജസും ആകുമ്പോൾ അവിടെ ഒരു ഊളർ ലൈൻ വരും, അതൊരു ഊളർ ഗ്രാഫ് ആവും. ഇവിടെ എല്ലാ എഡ്ജസും ടച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ ക്ലോസ്ഡ് വാക്കല്ല. അപ്പോൾ ഇവിടെ ഊളർ ലൈൻ ഇല്ലാത്തത് കൊണ്ട് ഇതൊരു ഊളർ ഗ്രാഫ് അല്ല. ദാറ്റ് മീൻസ് ഉളറിൻ അല്ല. ഉളറിൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ഊളർ ഗ്രാഫാണ്. അവിടെ നമ്മൾ ഊളർ പാത്ത്, ഊളർ സർക്യൂട്ട് ഒന്നും കൺസിഡർ ചെയ്തുകൂടാ. ഇനി ഇവിടെ എല്ലാ വേർട്ടക്സും ടച്ച് ചെയ്തു ഇല്ലേ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എല്ലാ വേർട്ടക്സും ടച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെയും ഈ ഒരു വേർട്ടക്സ് നമ്മൾ 2 ടൈം ടച്ച് ചെയ്തു. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടക്സും സെയിം അല്ല. സോ അത് ഹാമിൽട്ടോണിയൻ സർക്യൂട്ടും അല്ല. ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ആയിരിക്കണം. എല്ലാ വേർട്ടക്സും ഒരു തവണ മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഈ ഒരു വേർട്ടക്സ് നമ്മൾ ഇവിടെ വന്നു, പിന്നെ ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, വീണ്ടും ഇവിടെ വന്നു. ഈ ഒരു അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിലും ഫസ്റ്റ് ഈ വേർട്ടക്സ് ഇവിടുന്ന് ഇവിടെ, 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 അപ്പോൾ എല്ലാ വേർട്ടക്സും ടച്ച് ചെയ്തു. പക്ഷേ സ്റ്റാർട്ടിങ് വേർട്ടക്സും എൻഡിങ് വേർട്ടക്സും ഡിഫറെൻ്റ് ആണ്. സോ ഇത് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിലെല്ലാം ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഉള്ളറിൻ ഗ്രാഫ് അല്ലെങ്കിൽ സർക്യൂട്ടിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഡ്രോ എ ഗ്രാഫ് ഇൻ വിച്ച് ഉള്ളർ ലൈൻ ഈസ് ഓൾസോ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. വാട്ട് ക്യാൻ യു സേ അബൌട്ട് സച്ച് ഗ്രാഫ്സ് ഇൻ ജനറൽ? ഹാമിൽട്ടോണിയൻ സർക്യൂട്ടും ഊളർ ലൈൻസും അല്ലെങ്കിൽ ഊളർ ഗ്രാഫ്സും ഉള്ള കുറച്ച് ഗ്രാഫ്സ് വരയ്ക്കാനാണ്. അപ്പോൾ ഇതെല്ലാം ട്രയാങ്കിൾ. ഇപ്പോൾ ഈ കേസിലെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ എൻഡ് ചെയ്യുന്നു. എല്ലാ വേർട്ടക്സും എല്ലാ എഡ്ജസും ഒരു ടൈം മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഈ കേസിലെല്ലാം എല്ലാ വേർട്ടക്സും എഡ്ജസും ഒരു ടൈമേ ടച്ച് ചെയ്യുന്നുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. സോ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് ആണ്, ഊളർ ഗ്രാഫ്സും ആണ്. ഇതിനെ ജനറലി പറയുന്നത് ദ എബോവ് ഗ്രാഫ്സ് ആർ കാൾഡ് the above graphs consisting of Euler lines. This will be Euler graph and it's a Hamiltonian circuit. In general, the graph in which Euler line and Hamiltonian circuits are called cycles. ഒരു ഗ്രാഫിൽ Euler ലൈനും അല്ലെങ്കിൽ ഒരു ഗ്രാഫ് Euler ലൈനും Hamiltonian സർക്യൂട്ടും ആണെങ്കിൽ അതിന് നമുക്ക് ജനറലി സൈക്കിൾസ് എന്ന് പറയാം. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞത് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് ആൻഡ് പാത്തിനെ പറ്റിയിട്ടാണ്. ഹാമിൽട്ടോണിയൻ മീൻസ് എല്ലാ വേർട്ടസസും എക്സാക്ട്ലി 1 ടൈം ടച്ച് ചെയ്യണം. ഒരു തവണ മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. വേർട്ടസസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ദെൻ പാത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എ പാത്ത് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ വേർട്ടസ് എക്സാക്ട്ലി 1 ഹാമിൽട്ടോണിയൻ പാത്താണ്. സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടക്സ് ഡിഫറെൻ്റ് ആയിരിക്കണം. ദെൻ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് മീൻസ് ക്ലോസ്ഡ് ആയിരിക്കണം. സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടക്സ് സെയിം ആയിരിക്കണം. ദെൻ വേർട്ടസസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാ വേർട്ടസും 1 ടൈം ടച്ച് ചെയ്യണം. നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ഹാമിൽട്ടോണിയൻ പാത്ത് n ആയിരിക്കും. നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ഹാമിൽട്ടോണിയൻ പാത്ത് n-1 ആയിരിക്കും. ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൽ നമുക്കൊരു എഡ്ജ് മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഹാമിൽട്ടോണിയൻ പാത്തായിരിക്കും. ഓക്കെ, താങ്ക് യു.